Come on, Polly. ദ്വാപരയുഗത്തിന് ശേഷമാണത്രേ കലിയുഗമെന്ന കറുത്ത യുഗം ആരംഭിച്ചത്. സർവ്വദേവീദേവന്മാർക്കും ശക്തി ചൈതന്യം കുറയുമത്രേ കലിയുഗത്തിൽ. എന്നാൽ സൃഷ്ടാവിന് പ്രപഞ്ചത്തെ സംരക്ഷിക്കേണ്ടതുണ്ടല്ലോ. അതിൻ പ്രകാരം ഓരോ യുഗങ്ങളിലും മണ്ണിലെ സമസ്ത ജീവജാലങ്ങളുടെ രക്ഷാർത്ഥം ഒരു അവതാരപ്പിറവി ഉണ്ടാവുകയും ചെയ്യും. ആ അവതാര ശക്തിയാണ് അതാത് യുഗത്തിലെ ഈശ്വരൻ. കാലകാലനായ ശ്രീ പരമേശ്വരനും ദേവി മഹാമായയും സംഗമിച്ച് ഈ പ്രപഞ്ച നന്മയ്ക്കായി വരമായി നൽകിയ ഒരേ ഒരു മൂർത്തി ഭഗവാൻ സാക്ഷാൽ ശ്രീ വിഷ്ണുമായ. കാണാനാണെങ്കിലും കറുത്തൊരു ശരീരമാണെങ്കിലും ബുദ്ധിമല്ലേ അല്ലേ? ഉള്ളിലും തുരുമ്പിലും ഉണ്ട് ഞാൻ.
യെസ്, അതും നമ്മുടെ ഈ ഒരു സാറ്റർഡേ നൈറ്റ് എന്ന മൂവിയുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ട് അല്ലെ? ഈ മൂവിയിലൂടെയും കൺവേ ചെയ്യുന്നത് ഈ സെയിം മെസ്സേജ് ആണ്. ബിക്കോസ് ലഹരിക്കെതിരെയുള്ള ഒരു ബോധവൽക്കരണം അത് ട്രെയിലർ കാണുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. അപ്പൊ സാറ്റർഡേ നൈറ്റ് ട്രെയിലറാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, സാറ്റർഡേ നൈറ്റ് എന്ന മൂവിയുടെ ട്രെയിലർ നമ്മളോട് പ്ലേ ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. ഒന്ന് ലൈറ്റ് ഓഫ് ആക്കിയിട്ട് ഒന്നുകൂടി പ്ലേ ചെയ്യാം. സൗണ്ട് ട്രെയിലർ ഒന്ന് നിർത്താവോ? സൗണ്ട് ട്രെയിലർ ഒന്നും കൂടെ ഒന്ന് പ്ലേ ചെയ്യാമോ? അതിന്റെ ഓഡിയോ വിത്ത് ഓഡിയോ പ്ലീസ്. സൗണ്ടിന്റെ ആളെ പിടിച്ച് പുറത്താക്കി ഒന്നും പോയി കഴിഞ്ഞു. മൈക്കൊണ്ട് പിടിക്കാൻ സൗണ്ടിനാണ് പിടിച്ച് പുറത്തേക്ക് കഴിഞ്ഞു. നീ എന്തിനാണ് പുറത്തേക്ക് പോടാ. പിന്നെ ഓരപ്പറ്റി പ്രൊമോട്ടില്ല വരും. ഓക്കെ, അപ്പൊ ഒരിക്കൽ കൂടി ട്രെയിലർ നമുക്ക് കേൾക്കാം വിത്ത് ഓഡിയോ. ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ, അതുകൊണ്ടാണ് നമുക്കിത് പ്ലേ ചെയ്യാൻ പറ്റാത്തത്. നമ്മൾ ഈ പ്രോഗ്രാമിന്റെ ഇടയിൽ കുറച്ച് കഴിഞ്ഞിട്ട് ഒരിക്കൽ കൂടെ പ്ലേ ചെയ്യുന്നതായിരിക്കും. സോ Thank you.
പ്രോഗ്രാമിന്റെ പ്രൊമോഷണൽ ആക്ടിവിറ്റി കൂടി ഇവിടെ ഈ വേദിയിൽ നടക്കുന്നതായിരിക്കും. അതുമാത്രമല്ല റോഷൻ ആൻഡ്രോസ് ഡയറക്ട് ചെയ്ത സിനിമ നമ്മുടെ പ്രിയപ്പെട്ട ഈ താരങ്ങൾ ഇവരുടെ ഒരു ടീമാണ് നമ്മുടെ സിനിമയിൽ കാണാൻ വേണ്ടി പോണത്. അജിത് വിനായക ഫിലിംസിന്റെ ബാനറിലാണ് ഈ ഒരു മൂവി വരുന്നത്. ഇത് അവരുടെ ഫസ്റ്റ് മൂവിയാണ്. 12ഓളം ബിഗ് ബഡ്ജറ്റ് സിനിമകൾ ഇനിയും വരാനിരിക്കുന്നേ ഉള്ളൂ. യെസ്, പ്ലീസ് ബി സീറ്റഡ്. ഒരു തീമുണ്ട് അല്ലേ? യെസ്, ആ തീമാണ് കളറാക്കാം ദസറ കളയാം ലഹരിക്കറ. യെസ്, അതും നമ്മുടെ ഈ ഒരു സാറ്റർഡേ നൈറ്റ് എന്ന മൂവിയുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ട് അല്ലെ? ഈ മൂവിയിലൂടെ കൺവേ ചെയ്യുന്നത് ഈ സെയിം മെസ്സേജ് ആണ്. ബിക്കോസ് ലഹരിക്കെതിരെയുള്ള ഒരു ബോധവൽക്കരണം അത് ട്രെയിലർ കാണുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. അപ്പൊ സാറ്റർഡേ നൈറ്റിന്റെ ട്രെയിലറാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, സാറ്റർഡേ നൈറ്റ് എന്ന മൂവിയുടെ ട്രെയിലർ നമ്മളിവിടെ പ്ലേ ചെയ്യാൻ വേണ്ടി പോകണം കേട്ടോ. ഒന്ന് ലൈറ്റ് ഓഫ് ആക്കിയിട്ട് ഒന്നുകൂടി പ്ലേ ചെയ്യാം. സൗണ്ട് ട്രെയിലർ ഒന്ന് നിർത്താവോ? സൗണ്ട് ട്രെയിലർ ഒന്നും കൂടെ ഒന്ന് പ്ലേ ചെയ്യാമോ? അതിന്റെ ഓഡിയോ വിത്ത് ഓഡിയോ പ്ലീസ്. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടി ട്രെയിലർ നമുക്ക് കേൾക്കാം വിത്ത് ഓഡിയോ. ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ, അതുകൊണ്ടാണ് നമുക്കിത് പ്ലേ ചെയ്യാൻ പറ്റാത്തത്. നമ്മൾ ഈ പ്രോഗ്രാമിന്റെ ഇടയിൽ കുറച്ച് കഴിഞ്ഞിട്ട് ഒരിക്കൽ കൂടെ പ്ലേ ചെയ്യുന്നതായിരിക്കും. സോ ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ, അത് ഇപ്പൊ തന്നെ വെരിഫൈ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ഉടൻ നമ്മൾ ട്രെയിലർ ഒരിക്കൽ കൂടെ പ്ലേ ചെയ്യുന്നതായിരിക്കും. അതിനു മുൻപായിട്ട് നമുക്ക് ആ മൂവിയുടെ വിശേഷങ്ങളൊക്കെ ഇവരുടെ അടുത്ത് ചോദിക്കണ്ടേ? ഇവര് സംസാരിക്കുന്നത് കേൾക്കാനാണ് നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത്, നമുക്ക് അറിയാലോ. അപ്പം ആദ്യം നമുക്ക് ഈ മൂവിയുടെ പ്രൊഡ്യൂസർ ശരത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. കയ്യടി. ഹലോ, നമസ്കാരം. നിങ്ങളുടെ സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഇവിടെ വരാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. ഇത്രയും വലിയൊരു ജനക്കൂട്ടം ഈ കണ്ണൂർ ദസറയിൽ ഞങ്ങളുടെ സിനിമ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ഇവിടെ വരാൻ അവസരമൊരുക്കി തന്ന കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷന് ഞങ്ങളുടെ എല്ലാവിധ നന്ദിയും. അജിത് വിനായക ഫിലിംസിൻ്റെ ആദ്യ സിനിമയാണ് സാറ്റർഡേ നൈറ്റ്. അപ്പോൾ ഞങ്ങളുടെ സിനിമയ്ക്ക് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും സ്നേഹവും ഉണ്ടാവും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. വളരെ സന്തോഷം. അടുത്തതായിട്ട് ഈ ഒരു മൂവിയുടെ വിശേഷങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നത് ഗ്രേസ് ആന്റണി. ഇത്ര ആൾക്കാരുണ്ടല്ലേ, ഒരുപാട് സന്തോഷം. ആദ്യമായിട്ടാണ് കണ്ണൂരിൽ വരുന്നത്. എന്താ പറയുക, ഒത്തിരി സന്തോഷം. സാറ്റർഡേ നൈറ്റ് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സിനിമയാണ്. ഞാൻ ഈ സിനിമയിൽ സുജിച്ചേട്ടൻ്റെ പേരായിട്ടാണ് ചെയ്യുന്നത്. ഞാൻ അജിത് ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്, രവീൻ ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്, റോഷൻ ആൻഡ്രൂസ് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ മറ്റ് ആൾക്കാരായിട്ട് എന്നെ ട്രോളും കേട്ടോ രവീൻ ചേട്ടനോട് ഇരുന്നുണ്ട്. പിന്നെ ഇതിൽ ഞാനല്ലാതെ സാനിയേപ്പനുണ്ട്, പിന്നെ സൈജു കുറുപ്പുണ്ട്, പിന്നെ മാളവികയുണ്ട്, ബാക്കി കുറേ ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത്രയും നാൾ ഞങ്ങൾക്ക് തന്ന സപ്പോർട്ടും സ്നേഹവും ഈ സിനിമയ്ക്കും തരണം. എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ പടം കാണണം. താങ്ക് യു സോ മച്ച്. സാറ്റർഡേ നൈറ്റ് എന്ന മൂവിയുടെ വിശേഷങ്ങൾ പറയാൻ ഐ ഇൻവൈറ്റ് സിജു വിൽസൺ. എല്ലാ പ്രിയപ്പെട്ട കണ്ണൂരുകാർക്കും എൻ്റെ നമസ്കാരം. ഒരുപാട് സന്തോഷം വീണ്ടും
കണ്ണൂർക്ക് എത്താൻ പറ്റിയത് ഞാൻ കഴിഞ്ഞ ഓണത്തിന് 19ാം നൂറ്റാണ്ട് എന്ന് പറയുന്ന സിനിമയുടെ പ്രൊമോഷനായിട്ട് കണ്ണൂർ കോർപ്പറേഷൻ തന്നെ അറേഞ്ച് ചെയ്ത ഓണം പ്രോഗ്രാമിന് ഞാനും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നിവിടെ ദസറ എന്ന് പറയുന്ന പ്രോഗ്രാമിന് വന്ന് സാറ്റർഡേ നൈറ്റ് എന്ന് പറയുന്ന മൂവിയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് വരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. നിങ്ങളെല്ലാവരും ആഘോഷത്തിൻ്റെ മൂഡിലാണ്. സാറ്റർഡേ നൈറ്റ് എന്ന് പറയുന്ന മൂവിയും ചെറിയൊരു ആഘോഷമാണ്, സുഹൃത്തുക്കളുടെ ഒരു ആഘോഷമാണ്. നിങ്ങൾക്ക് ട്രെയിലറാണെന്ന് മനസ്സിലാവും, ചെറിയൊരു സെലിബ്രേഷനാണ്. അപ്പോൾ എന്താ പറയുക, ആ സിനിമ വൈകാതെ തന്നെ തിയേറ്ററിൽ വരും. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനവും എന്താ പറയുക സപ്പോർട്ടും ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ സിനിമ തിയേറ്ററിൽ വരുമ്പോൾ നിങ്ങളെല്ലാവരും പോയി ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യും എന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്കുണ്ട്. താങ്ക് യു സോ മച്ച്. ഈ ദസറ ഏറ്റവും ഭംഗിയായിട്ട് തന്നെ ആഘോഷിക്കാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു മൂവി ടോട്ടലി ബേസ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചിട്ടൊക്കെയാണ് ഭയങ്കരമായിട്ട് പറയുന്നത്. ഇവരെല്ലാവരും നല്ല നല്ല തിക് ഫ്രണ്ട്സ് ആണ് നമുക്കറിയാം. അപ്പൊ നിങ്ങളുടെ ഇതിനു മുൻപ് നമ്മൾ കണ്ട സിനിമകളിലെ ആ ഒരു ഫ്രണ്ട്ഷിപ്പും സംഭവങ്ങളൊക്കെ നമുക്ക് ഇതിൽ കാണാൻ പറ്റുമോ? അപ്പൊ അജു വർഗീസിന് എന്താ പറയാനുള്ളത് നമുക്ക് കേൾക്കാം. കണ്ണൂർ നമസ്കാരം. സിനിമയിൽ വന്ന് ആദ്യം ചെയ്ത സിനിമ ഇവിടുത്തെ കഥ പറഞ്ഞാണ്. അപ്പോൾ സിനിമയിലോട്ട് ഞങ്ങളെ വരവേറ്റത് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്ത് നിങ്ങളാണ് ആദ്യം. ഇവനെയും എന്നെയും ഭഗത്തിനെയും ഹരിയൻ ശ്രാവണെയൊക്കെ മലർവാടി ആർട്സ് ക്ലബിലൂടെ. പിന്നെ നമ്മൾ ഇവിടെ തന്നെ ചുറ്റുവട്ടത്ത് തലശ്ശേരിയിലൊക്കെ പറഞ്ഞ കഥകളാണ്. ഇവിടെയും ഷൂട്ട് ചെയ്തതാണ്. മേലെ ചുവനെ താഴെ ചുവയൊക്കെ തട്ടത്തിൻ പറയുന്നത്. വടക്കൻ സെൽഫി. അതുകൊണ്ട് തന്നെ കണ്ണൂർക്ക് വരിക അല്ലെങ്കിൽ തലശ്ശേരിക്ക് വരിക എന്നൊക്കെ പറയുന്നത് കുടുംബത്തോടൊക്കെ പോണ പോലെ ഉള്ളൂ. അതൊരു ഫോർമാലിറ്റി ഒന്നും കീപ്പ് ചെയ്യാൻ അറിയില്ല, അത് പഠിച്ചിട്ടുമില്ല. പക്ഷെ ഇത്രയും പേരുള്ളൊരു സദസ്സിൽ വരുമ്പോൾ അത് ഒരുപാട് സന്തോഷം തരുന്ന കാര്യം. ഇന്ന് മലർവാടി ഇറങ്ങിയിട്ട് അല്ലെങ്കിൽ തട്ടത്തിന്മാരത്തൊക്കെ 10-12 വർഷം കഴിഞ്ഞു. അപ്പം അതും ഒരുപാട് അതിലേറെ സന്തോഷം തരും. തീർച്ചയായിട്ടും ഇങ്ങനൊരു കണ്ണൂർ ദസറ എന്ന് പറഞ്ഞ ചടങ്ങിൽ ഞങ്ങളെ ഇവിടെ വന്ന് സംസാരിക്കാൻ അല്ലെങ്കിൽ വേദിയിൽ ഇരിക്കാൻ ക്ഷണിച്ചതിനും നടത്തി തന്നതിനും എല്ലാ അതിൻ്റെ പിന്നിൽ അണിയറ പ്രവർത്തകർക്കും മേയർ സാറിനും എല്ലാവർക്കും ഞങ്ങളുടെ ടീമിൻ്റെ ഭാഗത്തുനിന്ന് നന്ദി അറിയിക്കുന്നു. രണ്ടാമതായിട്ട് എന്താ പറയുക, ഈ സിനിമ ഞങ്ങൾക്ക് വളരെ സ്പെഷ്യലാണ്. ആഘോഷം, സൗഹൃദത്തിൻ്റെ ആഘോഷം തന്നെയാണ് ഈ സിനിമ. മാത്രമല്ല അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ഇന്ന് ഇവിടെ വെച്ചേക്കുന്ന ഒരു സാമൂഹിക ഒരു മെസ്സേജ് ഉണ്ട്, ഒരു പ്രചോദനം എന്ന് പറഞ്ഞൊരു മെസ്സേജ് ഉണ്ട്. ആ മെസ്സേജും നമ്മുടെ സിനിമയായിട്ട് ബന്ധമുണ്ട്. അത് തീർച്ചയായിട്ടും നിവിൻ സംസാരിക്കുന്നതായിരിക്കും. ഒരിക്കൽ കൂടി ഏവർക്കും നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം. ഇനിയാണ് നമ്മൾ കുറച്ചു നേരമായി വെയിറ്റ് ചെയ്യാണല്ലോ, ഒരാൾ എന്ത് സംസാരിക്കും കണ്ണൂരിനോടെന്ന് അറിയാനല്ലേ. കണ്ണൂരിലെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമസ്കാരം. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് കണ്ണൂർ വരുന്നത്. സിനിമാ ജീവിതം തുടങ്ങിയത് കണ്ണൂർ തലശ്ശേരി നിന്നാണ്. ഞാനും മജു എല്ലാം സിനിമാ ജീവിതം തുടങ്ങിയത് നിങ്ങളുടെ നാട്ടിൽ നിന്നാണ്. ഒരുപാട് സ്നേഹമുള്ള നാടാണ്. സിനിമകളൊക്കെ ഇറങ്ങുമ്പോൾ എപ്പോഴും മികച്ച റെസ്പോൺസ് കണ്ണൂരിൽ നിന്നും തലശ്ശേരിയിൽ നിന്നെല്ലാം ഞങ്ങൾക്ക് കിട്ടാറുണ്ട്. അതിന് ഒരുപാട് നന്ദി. ഇവിടെ കണ്ണൂർ കോർപ്പറേഷൻ നടത്തുന്ന ദസറ ഇവന്റിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. മേയർക്കും ഇതിലെല്ലാ ഭാരവാഹികൾക്കും നന്ദി പറയുന്നു. സാറ്റർഡേ നൈറ്റ് സിനിമ എല്ലാവരും പറഞ്ഞതുപോലെ ഫ്രണ്ട്ഷിപ്പിന്റെ കഥ പറയുന്ന സിനിമയാണ്. ഇപ്പോൾ നമ്മൾ ഫ്രണ്ട്സ് അല്ലെങ്കിൽ എല്ലാ പ്രായത്തിലുള്ളവർക്കും ഉണ്ടാവും ഫ്രണ്ട്സ്. അതിനൊരു ചെറുപ്പക്കാർക്ക് മാത്രമല്ല, പ്രായമായിട്ടുള്ളവർക്കും അല്ലെങ്കിൽ എല്ലാവർക്കും ഉണ്ടാവും അവരുടെ ഒരു 1, 2, 3 പേരായിരിക്കും സാറ്റർഡേ നൈറ്റ്. അതിൻ്റെ രസങ്ങളും തമാശകളും ചെറിയ അങ്ങോട്ട് ഉണ്ടാകുന്ന വഴക്കും ഈഗോ പ്രശ്നങ്ങളും ഇതെല്ലാം ചർച്ച ചെയ്യുന്ന സിനിമയാണ്. നേരത്തെ അജു പറഞ്ഞതുപോലെ ഡ്രഗ്സിനെതിരെ ഈ സിനിമയുടെ കഥ ഡ്രഗ്സ് യൂസ് ചെയ്താൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷെ അത് വളരെ സിനിമയുടെ കഥയുടെ ഒരു ഭാഗമായിട്ടാണ് പോകുന്നതെങ്കിൽ കൂടി അത് യൂസ് ചെയ്യുന്ന ഒരു മെസ്സേജ് ഈ സിനിമയിലൂടെ കൺവേ ചെയ്യുന്നുണ്ട്. ഇന്നിവിടെ നടക്കുന്ന ഇവൻറ്റും അങ്ങനത്തെ ഒരു ഇവൻ്റാണ്. അപ്പോൾ സിനിമയും വളരെ സിമിലർ ആയിട്ടുള്ള ഒരു മെസ്സേജാണ് കൊടുക്കുന്നത്. ഒരിക്കൽ കൂടി ഇവിടെ വരാൻ കഴിഞ്ഞതിൽ
ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരും കാണാൻ കഴിഞ്ഞതിലും. പടം ഇറങ്ങുമ്പോൾ നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി കാണുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ ഞങ്ങളിന്ന് ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി എല്ലാ സഹായങ്ങളും ചെയ്തു തന്ന കണ്ണൂർ സിറ്റി പോലീസ് എല്ലാവർക്കും നന്ദി പറയുന്നു. വളരെ ബുദ്ധിമുട്ടിയാണ് അവരെല്ലാവരും ഇവിടെ എത്തിയിട്ടുള്ളത്. എല്ലാവരുടെയും സുരക്ഷയ്ക്ക് വേണ്ടി ഞങ്ങൾ കൂടെ വന്നതിന് ഒരുപാട് നന്ദി. അപ്പോൾ ഇനി അടുത്ത വരവിൽ കാണാം. ഒരുപാട് സന്തോഷം. താങ്ക് യു. ഒരു ചെറിയ ക്വസ്റ്റ്യൻ. ഇപ്പൊ നേരത്തെ അജു വർഗീസ് പറഞ്ഞല്ലോ, ഇപ്പൊ ഒരുപാട് സിനിമകൾ നിങ്ങളിവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഒരു മലവാടി ആർട്സ് ക്ലബ് ആയിക്കോട്ടെ, തട്ടത്തിൽ പറയത്തോ, വടക്കൻ സെൽഫി. ആ സമയത്ത് ഷൂട്ടിംഗ് ഡേയ്സ് കണ്ണൂരിൽ ഇപ്പോഴും ഓർമ്മയിലുള്ള എന്തെങ്കിലും സംഭവങ്ങളുണ്ടോ? കണ്ണൂരായിട്ട് ഒരു സ്നേഹം നിങ്ങൾ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവുമല്ലോ ഷൂട്ടിംഗ് ടൈമിൽ. കണ്ണൂർ തലശ്ശേരി വരുമ്പോൾ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഭക്ഷണമാണ്. നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലമാണ്. എന്നെ ഫുഡ് കഴിപ്പിച്ച് ഈ പരിപാടിയിലാക്കിയത് ഈ അജു വർഗീസാണ്. സിനിമയിലും ജീവിതത്തിലും അവനൊരു പാരയായി തുടരുന്നു. ഇതാണ് എന്താ പറയുക, കണ്ണൂരിൻ്റെ ഏറ്റവും ഓർമ്മയുള്ള കാര്യം. എന്താണ് പറയുക, വളരെ സ്നേഹത്തോടെ ഞങ്ങൾക്ക് തരുന്ന ഭക്ഷണമാണ്. വിനീതിനും വളരെ ഫേവറേറ്റ് ആണ് ഈ നാട്. താങ്ക് യു സോ മച്ച്. അജു വർഗീസിനോടാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇപ്പൊ പറഞ്ഞല്ലോ, ഇപ്പൊ സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ വരുമ്പോൾ ഭയങ്കര സന്തോഷമാണെന്നൊക്കെ പറഞ്ഞു. അതല്ലാതെ സിനിമയോട് വരുന്നതിന് മുന്നേ കണ്ണൂരുമായി എന്തെങ്കിലും കണക്ഷനോ, കണ്ണൂരിലോട്ട് വരികയോ, ഫ്രണ്ട്സുമായിട്ട് കണ്ണൂർ എക്സ്പ്ലോർ ചെയ്യാനോ ഫുഡ് അടിക്കാനൊക്കെ വന്നിട്ടുണ്ടോ? ഇല്ല, വന്നിട്ടില്ല. അതേ പറഞ്ഞേ, സിനിമാ ജീവിതം തുടങ്ങുന്നത് ഈ മണ്ണിൽ നിന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് മരണം വരെ മറക്കില്ല. കണ്ണൂരിനോടുള്ള സ്നേഹം. സിജു വിൽസന്റെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്. അതായത് നിങ്ങൾ ചെറുപ്പം മുതലേ ഒരുമിച്ചാണ്. എത്ര പേർക്ക് അറിയാമെന്ന് അറിയില്ല, ഇവർ 1ാം ക്ലാസ് മുതൽ ഒരുമിച്ച് പഠിക്കുകയാണ്. അത് മാത്രമല്ല, ഇവരുടെ ഫസ്റ്റ് മൂവിയിൽ ഇവർ ഒരുമിച്ചിട്ടുണ്ടായിരുന്നു മലവാടി ആർട്സ് ക്ലബിൽ. അപ്പൊ നിങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടല്ലോ, അത് എങ്ങനെയാണ് ഇത്രയും അതൊരു തിക്നെസ് വന്നത്? ഇത്ര കട്ട ഫ്രണ്ട്ഷിപ്പ് ആയത് എങ്ങനെയാണ്? ഞങ്ങള് സിനിമയിൽ കയറാൻ വേണ്ടിയിട്ട് ഫ്രണ്ട്സ് ആയ ആൾക്കാരല്ല, അതിനു മുമ്പേ ഫ്രണ്ട്സ് ആയ ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നേരത്തെ അറിയാം, സിനിമയിൽ വരുന്നതിന് മുമ്പേ നമുക്ക് നേരത്തെ അറിയാവുന്നതുകൊണ്ട് തന്നെ ആ സൗഹൃദം ഏറ്റവും ഭംഗിയായിട്ട് തന്നെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് നമ്മുടെ കുറവുകളും അല്ലെങ്കിൽ നമ്മുടെ പോസിറ്റീവ്സും കാര്യങ്ങളും ഇതെല്ലാം നമുക്ക് നന്നായിട്ട് അറിയാം, വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നുണ്ട്. അണ്ടർസ്റ്റാൻഡിങ്ങും കെയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏറ്റവും ഭംഗിയുണ്ട്. ഗ്രേസ് ആന്റണി, എപ്പോഴും ഗ്രേസിനെ നമ്മൾ കണ്ടത് ഒരു പവർ പാക്ഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് എപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പം പവർ പാക്ഡ് ആയിട്ടുള്ള ഈ ഒരു ടീമിന്റെ കൂടെ മൊത്തം അത് ജോയിൻ ചെയ്ത സമയത്ത് എന്താണ് ഒരു എക്സ്പീരിയൻസ് ഈ സാറ്റർഡേ നൈറ്റ് മൂവിയൊക്കെ കണക്ട് ചെയ്തിട്ട്? ഈ ഇരിക്കുന്ന 3 പേരുടെയും കൂടെ ഞാൻ മുന്നേ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരുമിച്ച് 3 പേരെ കിട്ടുന്നത് ഈ പടത്തിലാണ്. അപ്പോൾ അറിയാലോ, ഒന്നിനെ കടത്തി വെട്ടുന്നതാണ്. ഇവിടെ വന്നിരുന്നപ്പോൾ പോലും ഇത് നിങ്ങൾ 3 കൂടെ തല്ലാണ്. അപ്പോൾ ഇതൊക്കെ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത് ഇത്രയും വളർന്നതേ ഉള്ളൂ. പക്ഷെ ഇപ്പോഴും ആ ഒരു മൈൻഡ് തന്നെയാണ്. പക്ഷെ അത് ഭയങ്കര ഫണ്ണാണ്. നമ്മൾ ഭയങ്കര കംഫർട്ടബിൾ ആണ് അവരുടെ കൂടെ, ചില്ലാണ്. അതൊക്കെ തന്നെ ഏറ്റവും വലിയ സന്തോഷം. ഇവർക്ക് ചില സ്പെഷ്യൽ ഗിഫ്റ്റുകളൊക്കെ ഇവിടെ കുറച്ചുപേര് കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ? അത് നമുക്ക് 2 പേര് നിവിന് ഒരു സ്നേഹ സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. അഭിരാം, അവരൊന്ന് സ്റ്റേജിലേക്ക് കടന്നു വരാമോ? സഫ്വാൻ അല്ലേ? അവര് വരച്ചിട്ടുള്ള ചിത്രങ്ങളാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത്. ഒരു വലിയ കൈഡി കൊടുക്കണം. ഇനി നിങ്ങൾക്കുള്ളൊരു അവസരമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഇവരോട് ചോദിക്കാനുണ്ടോ? ഇവരുടെ സിനിമയെ കുറിച്ചിട്ടോ എന്താണ് ചോദിക്കാനുള്ളത്? നിങ്ങൾക്കുള്ളൊരു അവസരമാണ്. ആർക്കാണ് ചോദിക്കേണ്ടത് ഒന്ന് പറയാമോ? എനി ക്വസ്റ്റ്യൻസ്? അവരാരെങ്കിലും കൈപോക്കുന്നുണ്ടോ? എനിക്കൊന്നും കാണുന്നില്ല ആക്ച്വലി. ആ കൈപോക്കുന്ന ആരാന്ന് വെച്ചാൽ ഒരാളൊന്ന് ഓടി വരാമോ അങ്ങോട്ടേക്ക്?
He's a loser, man. അവനൊരു ഫ്രണ്ടാണ്, അവനെ കുറിച്ച് ഞാൻ സംസാരിക്കരുത്. So serious, mother. കളയാം ലഹരിക്കറ എന്നതാണ്. ആൻഡ് ഒരു തരത്തിൽ ഈ ഒരു സിനിമയുടെ ഒരു മെസ്സേജും അത് തന്നെയാണ്. എന്തായാലും ഇന്നത്തെ ഈ ഒരു വേദിയിൽ നമുക്കൊരു മെസ്സേജ് കൂടി എല്ലാവരിലേക്കും എത്തിക്കുകയാണ് നമ്മൾ ഒരു കാൻഡിൽ ലൈറ്റ് ചെയ്തുകൊണ്ട്. ഇപ്പൊ നമ്മുടെ സിനിമാ താരങ്ങൾ ആ ഒരു മെഴുകുതിരി കത്തിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് ആ മെഴുകുതിരികൾ പാസ് ചെയ്യുന്നതായിരിക്കും. സോ ഒരു ആന്റി ഡ്രഗ്സ് മെസ്സേജ് നമുക്ക് ഇതിലൂടെ നമുക്ക് എല്ലാവരിലേക്കും എത്തിക്കാം. ഒത്തൊരുമിച്ച് ദീപം സാക്ഷിയായി പ്രതിജ്ഞ ചെയ്യാം. ലഹരിക്കെതിരെ നമുക്ക് പോരാടാം. നമ്മുടെ ഈ മഹത്തായ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി പ്രിയപ്പെട്ട സിനിമാ താരം നിവിൻ പോളി വെളിച്ചം മേയറുടെ കയ്യിലേക്ക് പകർന്നു കൊടുക്കുന്നു. ആ വെളിച്ചം നമുക്കിവിടെ കയ്യിൽ മെഴുകുതിരിയുള്ള ആളുകളെല്ലാം അതിലേക്ക് പകരുക. മറ്റുള്ളവർ മൊബൈൽ ഫ്ലാഷിൽ കൂടി ഈ സന്ദേശത്തിൻ്റെ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഇതിനോടൊപ്പം ചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കണ്ണൂർ കോർപ്പറേഷൻ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ ദസറ ആഘോഷ പരിപാടിയിൽ ഉടനീളം ഉയർത്തിയ മുദ്രാവാക്യമാണ് ലഹരിക്കെതിരെയുള്ള വൻ പ്രചരണങ്ങൾ. കളറാക്കാം ദസറ, കളയാം ലഹരിക്കറ. ഓരോ വ്യക്തിയും തൻ്റെ ജീവിതത്തിൽ നിന്ന് ലഹരി എന്ന മഹാമാരിയെ തുടച്ചു നീക്കുന്നതിനുള്ള സന്ദേശം വെളിച്ചത്തിൻ്റെ രൂപത്തിൽ നിങ്ങളിലേക്ക് പകർന്നു നൽകുകയാണ്. പ്രിയമുള്ളവരെ, കേവലമായ ഈ ചടങ്ങിൽ സാക്ഷ്യം വഹിക്കുന്നതിനപ്പുറം ജീവിതത്തിൽ ലഹരിക്കറ മായ്ച്ചുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ വെളിച്ചത്തിൻ്റെ സന്ദേശം എത്തിക്കണമെന്ന് ഈ അവസരത്തിൽ നമുക്കെല്ലാം പ്രതിജ്ഞ ചെയ്യാം. കണ്ണൂർ കോർപ്പറേഷൻ അണിയിച്ചൊരുക്കുന്ന ഇറ മോട്ടോഴ്സ് കണ്ണൂർ ദസറ 2022 പ്രസിഡന്റ് ബൈ കനറ ബാങ്ക് അണിയിച്ചൊരുക്കുന്ന ഈ വേദിയിലും സദസ്സിലും നിറഞ്ഞിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കയ്യിലുള്ള ഓരോ ദീപങ്ങളും സാക്ഷിയായിക്കൊണ്ട് നമുക്ക് പ്രതിജ്ഞ ചൊല്ലാം. മുഴുവൻ ആളുകളും നിങ്ങളുടെ കയ്യിലെ മെഴുകുതിരി ഇല്ലാത്തവര് മൊബൈൽ ഫോണിന്റെ ലൈറ്റ് ഓണാക്കാം. എല്ലാവരും മനസ്സുകൊണ്ട് പ്രതിജ്ഞ ചെയ്യാം. പ്രത്യേകിച്ച് നമ്മുടെ യുവതലമുറക്ക് ലഹരി എന്ന് പറയുന്ന മഹാവിപത്തിനെ ഒഴിവാക്കാൻ ഈ ഒരു സന്ദേശം കൊണ്ട് കഴിയുമെങ്കിൽ കണ്ണൂർ കോർപ്പറേഷൻ അണിയിച്ചൊരുക്കിയ കണ്ണൂർ ദസറയ്ക്ക് അഭിമാനിക്കാം. നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങളുടെ ഭവനങ്ങളിലുള്ള കുട്ടികൾക്ക് പകർന്നു കൊടുക്കാം ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം. കലയിലൂടെ ലഹരി, സ്നേഹത്തിലൂടെ ലഹരി, മാതാപിതാക്കളെ ബഹുമാനിക്കുമ്പോൾ അവരുടെ കൂടെ കഴിയുമ്പോൾ ലഹരി, തുടങ്ങിയാവണം ലഹരി. മയക്കുമരുന്നിന് ഒരിക്കലും അടിമയാകില്ല എന്ന് മനസ്സുകൊണ്ട് ഈ സദസ്സിലും വേദിയിലുമുള്ള പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പ്രതിജ്ഞ എടുക്കാം.
പുതിയ നാളേക്ക് വേണ്ടി ലഹരി എന്ന ഇരുട്ടിനെ ഉന്മൂലനം ചെയ്യാൻ ഈ ദീപങ്ങൾക്ക് കഴിയുമാകട്ടെ. കണ്ണൂർ ദസറ അതിനായി ഒരുക്കിയിരിക്കുന്നു ഈ വെളിച്ചം. താങ്ക് യു. എല്ലാവർക്കും 1000 നന്ദി രേഖപ്പെടുത്തുകയാണ്. കണ്ണൂർ കോർപ്പറേഷൻ അണിയിച്ചൊരുക്കുന്ന ഇറ മോട്ടോഴ്സ് കണ്ണൂർ ദസറ 2022 ഈ ഒരു വേദിയിൽ മലയാളത്തിന്റെ പ്രിയപ്പെട്ട താരങ്ങളുടെ കൂടെ ഈ ഒരു ലഹരിക്ക് വിരുദ്ധമായിട്ടുള്ള പ്രതിജ്ഞയിൽ പങ്കുചേർന്ന മുഴുവൻ ആളുകൾക്കും കണ്ണൂർ കോർപ്പറേഷന്റെ ഹൃദയം നിറഞ്ഞ നന്ദി, സ്നേഹം, കടപ്പാട് അറിയുകയാണ്. വേദിയിൽ നമ്മുടെ കലാപരിപാടി തുടരും. ഡോക്ടർ ബിജു മല്ലേരി നയിക്കുന്ന മല്ലേരി ഫ്യൂഷൻ. നമ്മുടെ കണ്ണൂർ മേയർ ടി.ഒ. മോഹനൻ സർ ഒരു താങ്ക്സ് പറയാൻ. പ്രിയമുള്ളവരെ, വളരെയധികം സന്തോഷമുണ്ട്. പുതുതലമുറയിലെ ജനപ്രിയ താരങ്ങൾ ഈ കണ്ണൂർ ദസറയെ കളറാക്കാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നു. അവർക്ക് കണ്ണൂരിൻ്റെ ഒരു ബിഗ് സല്യൂട്ട്. എല്ലാവരും നിറഞ്ഞ കയ്യടിയോടെ അവർക്ക് നന്ദി പ്രകടിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ ഈ ദസറ ആഘോഷത്തിൻ്റെ മെസ്സേജ് തീം എന്ന് പറയുന്നത് കളറാക്കാം ദസറ, കളയാം ലഹരിക്കറ എന്നുള്ളതാണ്. ആ ഒരു തീം എല്ലാവരും ഏറ്റെടുക്കണം. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ദസറ ആഘോഷം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ ആഘോഷം കണ്ണൂരിലെ ജനങ്ങളുടെ ആഘോഷമാണ്. ജനങ്ങൾ ഏറ്റെടുത്ത ഈ ആഘോഷത്തെ കളർഫുള്ളാക്കാൻ, കളറാക്കാൻ കണ്ണൂരിൽ എത്തിച്ചേർന്നിരിക്കുന്ന ജനപ്രിയ താരങ്ങൾക്ക്, അവർക്ക് കണ്ണൂർ കോർപ്പറേഷന്റെ, കണ്ണൂരിന്റെ ഹൃദയം നിറഞ്ഞ നന്ദി. എന്നെ കാണിക്കണം കേട്ടോ, ഞാനാണ് ഫുള്ള് പെർമിഷൻ തന്നത്. മനസ്സിലായോ? ഒരു നിറഞ്ഞ കേട്ട് കൊടുക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങൾ എല്ലാവരും നല്ല ക്ലാപ്പ് കൊടുക്കുക. ഇതോടുകൂടി നമ്മുടെ സാറ്റർഡേ നൈറ്റ് എന്ന മൂവിയുടെ പ്രൊമോഷണൽ ആക്ടിവിറ്റി നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ക്ലബ് FM ടീമും സൈൻ ഓഫ് ചെയ്യാണ്. സോ താങ്ക് യു സോ മച്ച്. കണ്ണൂരിന്റെ സ്നേഹത്തിന് നന്ദി. താങ്ക് യു സോ മച്ച്. ഹാവ് ഡൺ കണക്കിന് ഫൺ. താങ്ക് യു. പ്രിയമുള്ളവരെ, കണ്ണൂർ കോർപ്പറേഷൻ അണിയിച്ചൊരുക്കുന്ന ഇറ മോട്ടോഴ്സ് കണ്ണൂർ ദസറ 2022 പ്രസന്റ് ബൈ കാനറ ബാങ്കിന്റെ ഈ വേദിയിലെത്തിയ മലയാളത്തിലെ പ്രിയപ്പെട്ട താരങ്ങൾ അവര് ഇവിടുന്ന് പോവുകയാണ്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ നേരത്തെ സെയിം സ്ഥലത്ത് നിൽക്കുക. നമ്മുടെ തുടർന്നുള്ള പ്രോഗ്രാം വേദിയിൽ ആരംഭിക്കുകയാണ്. മല്ലേരി എന്ന സംഗീത ശാഖയെ പശ്ചാത്തല സംഗീത ഉപകരണങ്ങൾ കൊണ്ടും പൗരത്വ സംഗീത ഉപകരണങ്ങൾ കൊണ്ടും കൂട്ടിച്ചേർത്ത ഫ്യൂഷൻ രൂപത്തിൽ ലോകമെമ്പാടും അവതരിപ്പിച്ച യൂട്യൂബിലൂടെ, ടെലിവിഷനിലൂടെയും യുവമാധ്യമങ്ങളിലൂടെയും ജനഹൃദയം കീഴടക്കിയ, വിദേശ രാജ്യങ്ങളിലും ലോകമെമ്പാടുമുള്ള മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ ഡോക്ടർ ബിജു മല്ലേരി നയിക്കുന്ന മല്ലേരി ഫ്യൂഷൻ വേദിയിൽ അല്പസമയത്തിനകം അരങ്ങേറുകയാണ്. ദയവ് ചെയ്ത് നമ്മുടെ സ്റ്റേജില് മറ്റുള്ള ആൾക്കാരൊക്കെ ഒന്ന് കാണിക്കാനിലൂടെയും പ്രിയപ്പെട്ട പ്രേക്ഷകർ, ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർ കണ്ണൂർ ദസറയുടെ തത്സമയ സംപ്രേഷണം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നാളെ സാംസ്കാരിക സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കുന്നത് ശ്രീകണ്ഠാപുരം മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ KV ഫിലോമിന. മുഖ്യാതിഥിയായി എത്തുന്നത് കേരള സാഹിത്യ കലാവിഭവങ്ങളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കണ്ണൂർ കോർപ്പറേഷൻ അണിയിച്ചൊരുക്കുന്ന ഇറ മോട്ടോഴ്സ് കണ്ണൂർ ദസറ 2022 പ്രസന്റ് ബൈ കാനറ ബാങ്ക്. വേദി മല്ലു ഫിഷനായിട്ട് വഴിമാറുകയാണ്. നാളെ വൈകിട്ട് സാംസ്കാരിക സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കുന്നത് ശ്രീകണ്ഠാപുരം